ഗൈസ് ഇത് ഇണചേരുന്ന പാമ്പല്ല, രണ്ടുപേരുടെ ഷൂവിന് അടി ഉണ്ടാക്കുന്നയാ. കൈ ഇവന്മാരെ കൊണ്ട് എന്താ കാണിക്കുന്നേ? രണ്ടും കൂടെ രാവിലെ ഷൂവിന് അടിയാണ് ഗൈസ്. എന്റെ ഷൂ മോഷിച്ചുണ്ട് ഗൈസ്. നീ എന്താണ് കൊടുത്ത ഷൂ? അവിടെ ചിടം കൊടുത്തല്ലേ? ഒരു മനുഷ്യൻ നടന്നുകൊണ്ടൊരു മനുഷ്യന്റെ ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഷൂ കൊടുത്തു. ഷൂ ഇട്ട് നോക്കട്ടെ. ഷൂ എനിക്ക് ഇഷ്ടമായി, അവന്റെ ഷൂ എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്നോ. തെറ്റുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തു ഗൈസ്. എന്തൊരു കഷ്ടം ഇതിനു വേണ്ടി ഇട്ടുണ്ടോ സാധനം ഞാനത് അവിടെ വഴിക്കുമ്പോ കാല് വരുന്നു. ദൈവന്മാര് സീനാനോട് വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. നമ്മൾ ഇന്നലെ ത്രിയുഗി നാരായൺ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങിപ്പോയി. ഫുഡൊക്കെ അടിച്ച് നല്ല സൂപ്പർ ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ വീണ്ടും തിരിച്ച് നമ്മൾ എവിടെയാണ് സോൺ പ്രയാഗ് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് കേദാർനാഥിലോട്ട് പോകാനുള്ള വഴി തുറന്നിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അവര് പണിയെല്ലാം കഴിഞ്ഞ് വഴിയൊക്കെ റെഡിയാക്കി. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, കേദാർനാഥ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ മൊത്തം 10-22 കിലോമീറ്റർ എന്തായാലും നടക്കാനുണ്ട് നമുക്ക്. ആൻഡ് പോവാം ഗൈസ്. ആദ്യം നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, മറ്റേ പാസ്, നമ്മൾ ഇങ്ങോട്ട് വരാൻ പാസ് എടുത്തില്ലേ, പാസ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നടക്കാൻ തുടങ്ങാം ഗൈസ്. ഇത് കണ്ടോ, ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ക്യൂ ആണ്. ഇത് ഇപ്പൊ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ അങ്ങ് അപ്പുറം വരെ ഉണ്ടായിരുന്നു ലൈൻ. നമ്മൾ വന്ന വഴിക്ക് കുറെ അങ്ങ് വരെ ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. ഇന്നലെ ലൈനേ ഇല്ലായിരുന്നു, ഇന്നിപ്പോ അങ്ങ് അപ്പുറം വരെ ലൈൻ ഉണ്ടായിരുന്നു. നമ്മള് എന്താണ് പാർക്കിങ്ങിൽ പോയി ഡ്രസ് സാധനം എല്ലാം പാക്ക് ചെയ്ത് തന്നപ്പോഴത്തേക്ക് കുറെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ള് മല ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടോ? ഇത് സ്ഥലം മൊത്തം മഴ പെയ്ത് മല ഇടിഞ്ഞ് സീനായ സ്ഥലങ്ങളാണ് ഗൈസ്. നമ്മൾ രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് 5 കിലോമീറ്റർ അപ്പുറത്താണ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള പോക്കാണ് നമ്മളിപ്പോ. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ പാസ് കാണിച്ച് രജിസ്റ്റർ ചെയ്തത്. ഇനി ശരിക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഈ രജിസ്ട്രേഷൻ നിർബന്ധമല്ലേ? ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നത് രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ ഒരാൾ അകത്തോട്ട് പോയിട്ടുണ്ട് എന്ന് അവർക്ക് ലിസ്റ്റ് വേണ്ടേ, അതിനുവേണ്ടിയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡേറ്റ നോക്കിയാൽ മതി. എങ്ങനെയാ വരുന്നത്, ബസ്സിനാണോ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ്, ഓടിക്കുന്നത് ആരാണ്, എല്ലാം കൊടുക്കണം. പിന്നെ എമർജൻസി കോൺടാക്ടിന് വീട്ടിലുള്ള ആരുടെ നമ്പറിന് കൊടുക്കണം. സകല ഡീറ്റെയിൽസ് അവർ എടുക്കുന്നുണ്ട്. വരുമ്പോ എല്ലാവരും ഫ്രീ, രജിസ്ട്രേഷൻ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് സാധനം കൊണ്ട് വരിക. സാധനമൊക്കെ നമുക്ക് സീനല്ലേ. എന്റെ മോനെ ആൾക്കാരെ കൊണ്ടുവന്ന് നോക്ക്. ഫ്രണ്ടിൽ അയാൾ പോകുന്നുണ്ടോ? അത് കണ്ടപ്പോ ഞാൻ വെച്ച് ബാഗ് ആണെന്ന്. പക്ഷെ അത് ശരിക്കും ഒരു അതിനകത്തൊരാളുണ്ട് ഗൈസ്. ഞാനത് കണ്ടില്ലായിരുന്നു. എത്ര കിലോ ആയിരിക്കല്ലേ പുള്ളി ചുമക്കുന്നേ. നോക്ക്, ഇയാളെ ചുമ്മി അങ്ങ് വരെ പോണം. ഇത് അങ്ങ് കേദാർനാഥ് വരെ ഇയാളെ ചുമ്മണം. അയാളെ ചുമ്മി 20 കിലോമീറ്റർ പുള്ളി കയറണം. അയാളുടെ വെയിറ്റ്, അയാളുടെ ബാഗിന്റെ. എന്റെ മോനെ, നമുക്ക് ഈ കണ്ണ് നടന്നിട്ട് ശ്വാസം മുട്ടുന്നു ഈ കുഞ്ഞു ബാഗും തൂക്കി പോകുമ്പോ. അപ്പൊ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. മലയില ഇടിഞ്ഞു നോക്ക്, വഴിയുടെ ഒക്കെ അവസ്ഥ നോക്ക്. ഗൈസ്, കുതിര തള്ളിയിട്ട് ഗൈസ് നമ്മളൊരു വെറൈറ്റി പിടിച്ചതാണ്. ആൾക്കാർ പോകുന്ന ആ വഴിയാണ്, ഇത് കുതിര പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മൾ കുതിര പോകുന്ന വഴി പെട്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോ ആണ് അറിഞ്ഞത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ വളവ് കഴിഞ്ഞാൽ എത്തുവന്ന്. നമുക്കപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് മിസ്സാവും. എനിക്കപ്പോ ആ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ചെറപറ കുതിര. അതിന്റെ ഇടയ്ക്ക് ഒരു കുതിര നമ്മളെ തള്ളിയിട്ട് ഗൈസ്. ബാക്കി എല്ലാ കുതിരയും തള്ളാതെ പോകുന്നുണ്ട്. അയ്യോ ഗൈസ്, കുതിര വരുന്നത് നിക്കുന്നില്ലല്ലോ. ഇയാള് കുതിരയുടെ ഓണറാണോ? എന്റെ മോനെ സീൻ. കുതിര വൻ സീനല്ലേ? അത്രയും ചാക്കം അതിന്റെ പുറത്ത് ആ വലിയൊരു തടിമാടം പുള്ളിയും കൂടെ വെച്ചോണ്ട് പോകുന്നു. ഈ കുതിരയെല്ലാം പോയിട്ട് നമുക്ക് ഇപ്പൊ എത്തോ അപ്പുറത്തെ വളവ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. അത് കാണിക്കണം. അല്ലായിരുന്നെങ്കിൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ, ഈ വഴി പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ അപ്പുറത്തെത്തും. കുറച്ച് മുന്നേ ചെല്ലും. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണണം. അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, കുതിര പോയി. നമുക്ക് താഴെ ഇറങ്ങാം. ഇവിടുത്തെ തിരക്ക് നോക്ക്. ഇതൊക്കെ കാണുമ്പോ വിചാരിക്കും ഇത് വലിയ ക്രൗഡാണെന്ന്. പക്ഷേ ഇതൊന്നുമല്ല ഗൈസ്. ഇവിടുത്തെ സീസൺ സമയത്തെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്ത ലോഡ്ജിന്റെ ഓണർ നമുക്കൊരു വീഡിയോ കാണിച്ചു തന്നു. ഇവിടുത്തെ സീസൺ ടൈമിലെ തിരക്ക്. അതും ഇവിടെങ്ങും അല്ല, അങ്ങ് നമ്മള് 5, 6, 7 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള തിരക്കാണ് പുള്ളി കാണിച്ചത്. അവിടുന്നേ ഇതിന്റെ മുകളിലോട്ട് പോകാൻ ക്യൂ ഉണ്ട്. ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചു തരാം അവിടുത്തെ തിരക്ക്.
ഇത്രമാത്രം തിരക്കാണ് ഇവിടെ സീസൺ സമയത്ത് ഉണ്ടാകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ തിരക്കൊന്നൊന്നുമല്ല. നമ്മളിങ്ങനെ കടയുടെ ഇടയിൽ കൂടെ വന്നപ്പോ ഇവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഐതിഹ്യം പറഞ്ഞുതരാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി വായിക്കാം. നമ്മൾ എത്ര ഉയരത്തിലെത്തി, ഇവിടുത്തെ കഥ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സോറി ഗൈസ്, അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഗൗരി കൊണ്ട് എത്തിയുള്ളൂ. പക്ഷെ ഇവിടെ അവര് കേദാർനാഥിന്റെ ഐതിഹ്യമാണ് എഴുതി വെച്ചേക്കുന്നത്. മണ്ടക്കത്തെ സംഭവമാണ് അവർ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം അച്ചൂട്ടനേതോ വീഡിയോ കണ്ടതനുസരിച്ച് ഇവിടെ ഇരുന്നാണ് പാർവതി ദേവി ശിവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി തപസ്സിരുന്നതെന്ന് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് അച്ചൂട്ടൻ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിലൊന്നും എത്തിയിട്ടില്ല. ഇനി ഈ മോളില് അങ്ങ് പോകണമെന്നാണ് അച്ചൂട്ടൻ പറയുന്നത്. അതിന് മുന്നേ ഇവിടെ താഴെയായിട്ട് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര രസമൊന്നും കാണൂല, കാര്യം സാധിക്കാം. പക്ഷെ ടോയ്ലറ്റിന് കൊളുത്തും കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു വള്ളി കെട്ടിട്ടുണ്ട്, വള്ളി വലിച്ചോണ്ടിരിക്കണം. കുറച്ച് ടാസ്ക് ആണ് അത് കയറി കഴിഞ്ഞാൽ പരിപാടികളൊക്കെ. അതെ, മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യേണ്ടി വരും അത് പോയി കഴിഞ്ഞാൽ. ഓ ഗൈസ്, ഫൈനലി കണ്ടുകിട്ടി, സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുകിട്ടി ഗൈസ്. നമ്മളൊരു 7-8 കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ എത്താനായിട്ട്. ഇനി ഇവിടുന്ന് 15.5 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമ്മുടെ കേദാർനാഥ് ട്രക്കിംഗ് ഇവിടെ തുടങ്ങിയാണ്. ഗൗരികുണ്ട് ഗേറ്റ്വേയിൽ നിന്ന് നമ്മുടെ കേദാർനാഥ് ട്രക്കിംഗ് തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല. वीडियो बना रहे हो നമ്മൾ രജിസ്ട്രേഷൻ ക്യൂവിൽ നിന്ന് വന്നപ്പോൾ 10 മണിയായിരുന്നു. അവിടുന്ന് കേദാർനാഥിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ വരാനായിട്ട് നമുക്ക് 2.5 മണിക്കൂർ എടുത്തു. 12:30 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നപ്പോൾ. എന്താ പൂജ നടത്തിയാ? നേരത്തെ എന്നെ ഞാന് തൊട്ട് എഴുതപ്പോളെ പുള്ളി പറഞ്ഞു എന്നോട് എന്തൊക്കെ പറഞ്ഞു, മനസ്സിലായില്ല. അല്ല ഭക്തുള്ളതാന്ന് പറഞ്ഞു. എന്താ അത് മാത്രം മനസ്സിലായി. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും ചില്ലറ ഒന്നുമില്ലായിരുന്നു. ഗൂഗിൾ പേ ആയിരുന്നു. പൂജാരി എന്തൊക്കെയാ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറുക്കനൊന്നും മനസ്സിലായില്ല ഗൈസ്. പിന്നെ നമ്മള് കോഴിക്കോട് നിന്നുള്ള ഒരു ഫാമിലിയെ കണ്ടു. അവര് ചാർധാം വിസിറ്റിന് വന്നതാണ്. അതായത് 4 അമ്പലം, കേദാർനാഥ്, ബദ്രിനാഥ്, ഗംഗോത്രി, യമുനോത്രി. അവരൊരു പാക്കേജ് ആയിട്ട് പോകുന്നതാ. അവര് നമ്മൾ കണ്ടു, അവര് കയറി പോയിട്ടുണ്ട്. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നയാ. മാഗി നാരങ്ങ മാത്രമേ കിട്ടൂ. നമുക്ക് മാഗി കഴിച്ചിട്ട് മുന്നോട്ട് പോവാം ഗൈസ്. ഇതാണ് ഇവിടെ കിട്ടുന്ന മാഗി. ഇത്രേ ഉള്ളൂ. സാധനത്തിന് 60 രൂപയാണ്. MRP സാധനങ്ങൾക്കെല്ലാം ഡബിൾ റേറ്റ് ആണ് ഇവിടെ. 20 രൂപയുടെ സാധനം 40 രൂപ, 10 രൂപയുടെ സാധനം 20 രൂപ. അതിന്റെ ഇത്രയും മലമണ്ടയ്ക്ക് സാധനം എത്തിക്കണ്ടേ. ഇതുണ്ടോ എന്റെ മോനെ, നമ്മളകത്ത് കയറിയപ്പോൾ ഇത്രയും തിരക്കായ ഇവിടെ. എന്റെ അയ്യോ, ഇവിടെ മുടിഞ്ഞ തിരക്കായിക്കാണ്. ഇവിടെ മുടിഞ്ഞ തിരക്കായിട്ടുണ്ട്. മോനെ ഈ വഴിയെല്ലാം നോക്ക്, കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ട് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നേ. ഇപ്പോഴും താഴെ ആൾക്കാർ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് പക്ഷേ കെട്ടിയിട്ട് കാര്യമില്ല. 6 മാസം കഴിയുന്ന പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോവും. അപ്പം വീണ്ടും ഇവരിതുപോലെ കഷ്ടപ്പെട്ട് വീണ്ടും കിട്ടും. മുമ്പ് ഇതായിരുന്നു ഒറിജിനൽ വഴി. അത് പൊളിഞ്ഞു പോയേണ്ട അവര് അപ്പുറത്തൂടെ വേറെ വഴി കെട്ടിക്കൊണ്ടുവന്നേക്കുവാ. ഈ പാലം കണ്ടോ? പണ്ട് ഈ പാലം വഴി എല്ലാരും ആൾക്കാർ പോകുന്നത്. ദൂരെ അത് കണ്ടോ? അവിടെ വേറൊരു പാലം ഉണ്ടായിരുന്നു. പക്ഷെ മലയിടിഞ്ഞ് മറ്റേ പാലവും ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് സെറ്റപ്പ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി എന്നാണ് പറയുന്നത്. ഞാൻ 2-3 വീഡിയോ കണ്ടെടുത്ത് എല്ലായിടത്തും പറഞ്ഞു. ഇനിയിപ്പോ ഈ പുതിയല്ല ഇനി ഈ പാലം വഴി വേണം നമ്മൾ കയറി പോവാൻ. നോക്കണം. സി ഗൈസ്, ഇതെല്ലാം കാണുന്നുണ്ടോ? മഞ്ഞിറങ്ങി വരുന്നേ കോടം കാണാൻ പറ്റുന്നുണ്ട്. കോട്ട ഇറങ്ങി വരുന്നുണ്ടോ? നല്ല സൂപ്പർ ഭംഗിയുണ്ട് കാണാൻ. ഫോണില് കിട്ടുന്നില്ല ഗൈസ്. ഇതിന്റെ ആക്ച്വൽ ഭംഗി ഇവിടെ കിട്ടുന്നില്ല. ഇത് ഇവിടെ നേരിട്ട് കണ്ടാലേ ഇതിന്റെ ഭംഗി മൊത്തം മനസ്സിലാവും. ഇനിയുണ്ട് ഒരു 10 കിലോമീറ്റർ അല്ലേ? 9. ഇനി ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്ററിൽ ബേസ് ക്യാമ്പ് എത്തും. ബേസ് ക്യാമ്പ് എന്ന് വെച്ചാൽ അവിടെ തൊട്ട് മറ്റേ സ്റ്റേ, ടെന്റ് കാര്യങ്ങളെല്ലാം കാണും. പിന്നെ അവിടെ 1 കിലോമീറ്റർ ആവുന്ന കറക്റ്റ് 50. ഓക്കെ, പോവാം ഗൈസ്. എനിക്ക് പിന്നെ വിശക്കുന്നടാ. മായൊന്നും കഴിച്ചത് ഒന്നും ആയില്ലെന്നല്ല. ഇത്രയും കേറി സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇത്രയും കേറിയില്ലേ. അപ്പൊ
അത്രയും കാലറീസ് ബേണായി പോവല്ലേ, എനർജി വേണാവല്ലേ, അപ്പം അതിനെ പിന്നെ വിശക്കും. വാങ്ങിച്ചുകൊണ്ട് കയറണ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് വന്ന് ആ സംഭവം എല്ലാം വിട്ടുപോയി. ഇനി എത്തി കഴിഞ്ഞപ്പോഴാണ് ലിക്വിഡ് ക്യാഷ് എടുത്തിട്ടില്ല, ഒന്നുമില്ല. എല്ലാം പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല, വെറുതെ ആയി പോയി. ഭയങ്കര നല്ല പോലെ വിശക്കുന്നുണ്ട് ഈ മല കയറുന്നുണ്ട്. ഈ വഴിയെല്ലാം പൊളിഞ്ഞു പോയതാ, പണിതോണ്ടിരിക്കുക. ഇപ്പോഴും മെഷീൻ ഉണ്ട്. ആദ്യമായിട്ട് അവിടെ മെഷീൻ കാണുന്നത്, ഫസ്റ്റ് ടൈമാണ് ഞാൻ മെഷീൻ കാണുന്നത് പാറ പൊട്ടിക്കാനായിട്ട്. പാറ പൊട്ടിക്കാനല്ല, ചെറിയ ചെറിയ പീസാക്കാനായിട്ട്. ബാക്കി കണ്ടിടത്ത് എല്ലായിടത്തും ആൾക്കാര് ഇത് കുത്തിയത് ചുറ്റി വെച്ച് ഇങ്ങനെ പതിയെ അടിച്ചടിച്ചടിച്ച് കുഞ്ഞു പീസാക്കി ആണ് ഇതെല്ലാം കെട്ടുന്നത്. കണ്ട വഴിയില്ലാത്ത സ്ഥലത്തൂടെ എല്ലാം മരം വിളിച്ചോണ്ട് പോവാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എങ്ങനെ കയറി പോവാന്ന് ഉമ്മർക്ക് ഭ്രാന്താണ് ഗൈസ്. തണുപ്പ് അതിശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോണില് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കൈയൊക്കെ മരവിച്ച് തുടങ്ങി. നല്ല ഭയങ്കര തണുപ്പുണ്ട്. തണുപ്പിലുള്ള വിഷം തീർന്നിട്ട് അതുണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ടോ? ഞാൻ സെക്ഷട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ തണുപ്പ് കൂടിയോടെ കയറ്റം കയറൽ വളരെയധികം ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ശ്വാസമൊക്കെ പെട്ടെന്ന് കിട്ടാതാകുന്നുണ്ട്. ലൈക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ പെട്ടെന്ന് കൂടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്, ബ്രീത്ത് കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഫുഡിയൊക്കെ എടുത്തു തരട്ടെ, പ്രിപ്പയർ ആവട്ടെ. ഐ ആം പ്രിപ്പയർഡ് ഗൈസ്. ഇനി ആർക്കും എന്നെ തടക്കാനാവില്ല. few moments later പറഞ്ഞു മുട്ടിയിരിക്കുന്നതാണ്. നോ, എന്ത് വന്നാലും നമ്മൾ കുതിരപ്പുറത്തും മനുഷ്യന്റെ പുറത്തും കയറില്ല. കഴിച്ചില്ലല്ലോ, കാശില്ല. കാശുണ്ടായിരുന്ന കുതിരപ്പുറത്ത് കയറി പോയായിരുന്നു, ഹെലികോപ്റ്ററിൽ പോയിരുന്നു. അതെ, ഹെലികോപ്റ്റർ കയറി പോയായിരുന്നു. പക്ഷെ കാശില്ല നമുക്ക്. അതുകൊണ്ട് നടന്ന് മന്ദം നടന്നു പോവാം. നമ്മൾ രാവിലെ 10 മണിക്ക് നടത്താൻ തുടങ്ങിയതാ. സമയം വൈകുന്നേരം 6:30. 9 മണിക്കൂറായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആകെ മാഗിയുടെയും ചായയുടെ ഒക്കെ പുറത്താണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് 6-7 കിലോമീറ്റർ നടക്കാനുണ്ട്. എല്ലാം നോക്ക് ഗയ്സ്, ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതൊക്കെ വീഡിയോയിലൂടെ അതിന്റെ പകുതിയുടെ പകുതി പോലും എനിക്ക് അങ്ങോട്ട് എത്തിക്കാനൊന്നും പറ്റൂല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം ഇത്. ഇവിടെ വന്ന് തന്നെ കാണേണ്ട കാര്യങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അത്രയ്ക്ക് രസമാണ് ഇവിടെ മൊത്തം കാണാൻ. വ്യൂ ഒക്കെ നോക്ക് ഗൈസ്, സെയിം വ്യൂ അല്ലേ? ഓ ഗൈസ്, 19 വയസ്സുള്ളൊരു പയ്യനാണ് ഇരിക്കുന്നത്. ഇവിടെ 6 കൊല്ലമായിട്ട് മറ്റേ ആൾക്കാരെ പൊക്കിക്കൊണ്ട് പോകുന്ന സാധനമില്ല, ആൾക്കാരെ പുറത്തു വെച്ചാൽ ആ സാധനം 6 കൊല്ലമായിട്ട് ഈ ജോലി ചെയ്തോണ്ടിരിക്കുക. ഈ സാധനങ്ങളൊക്കെ പുറത്ത് കയറ്റി മണ്ടയ്ക്ക് കൊണ്ടുപോകും. പറയുന്നത് ഇവര് ലഗേജ് മേളിൽ കൊണ്ടുപോകും, ആൾക്കാരെ മേളിൽ കൊണ്ടുപോകും. ലഗേജ് കൊണ്ടുപോകുന്നതിന് 3000 രൂപയും ആൾക്കാരെ കൊണ്ടുപോകുന്നതിന് 7000-8000 രൂപയൊക്കെ വാങ്ങുന്ന ഒരു ട്രിപ്പ്. ഇപ്പം നാം ക്യാ ഹൈ? मेरा नाम प्रेम പ്രേം. ओ बड़ा नाम है. എന്റെ പേര് പ്രേം എന്നാണ് ഗയ്സ്. മോനെ ആലോചിച്ച് നോക്ക്, 19ാമത്തെ വയസ്സില് आपका वेट कितना है? वेट 53. कितने किलो उड़ाते हैं ऊपर? 60. എന്റെ വെയിറ്റ് 53 കിലോ ആണ്. 19 വയസ്സ് 53 കിലോ. അതിനൊരു 10-60 കിലോ ഒക്കെ മുഖത്ത് കയറ്റിക്കൊണ്ട് മോളി വരെ കൊണ്ടുപോകും. പിന്നെ ഒരു ദിവസം ഒരു ട്രിപ്പേ കൊണ്ടുപോകാൻ പറ്റൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആളെ കൊണ്ട് മോളിൽ ചെല്ലുമ്പോൾ. ഒരു ദിവസം ജോലി ചെയ്താൽ 7000-8000 രൂപ കിട്ടും. പക്ഷേ ജോലി ഇതാണ്, ഇത്രയും ഭാരം ചുമ്മി 10-15 കിലോമീറ്റർ ഈ മലയെല്ലാം കയറി മോളിൽ ചെല്ലണം. അപ്പോ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാ. നമുക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ചെറിയ ബൈക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ 6 വർഷമായിട്ട്, 6 വർഷം എന്ന് പറയുമ്പോൾ 13 വയസ്സിൽ ഈ ജോലി തുടങ്ങിയാണ്. ആലോചിച്ച് നോക്ക് അവസ്ഥ. 3 വർഷമായിട്ട് ഈ ആൾക്കാരെ മേളിൽ കൊണ്ടുവന്ന് ജോലി ചെയ്തോണ്ടിരിക്കുക. അതിന് മുന്നേ മറ്റേ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇല്ല, മറ്റേ കല്ല് പൊട്ടിക്കാനൊക്കെ, ആ പണി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 6 വർഷമായിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ 6 വർഷമായിട്ട് വീട്ടിൽ പോയിട്ടില്ല. 10 വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ഓ സീ, ഞാൻ 6 കൊല്ലമായി ഇവിടെ വന്നിട്ട് ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. ഇനി 4 കൊല്ലം കഴിഞ്ഞാലേ വീട്ടിൽ പോകും. അപ്പൊ ടോട്ടൽ 10 കൊല്ലം വീട്ടിൽ പോവാതെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. വീട്ടിൽ പൈസക്ക് കുറെ അത്യാവശ്യമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പണിയെടുക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ, സാഹചര്യങ്ങൾ. ഞങ്ങളുടെ ബാംഗ്ലൂർ ഇതുപോലെ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് സെയിം ഇതേപോലെ തന്നെ, സെയിം കളറ്, സെയിം രോമത്തിന്റെ സ്ട്രക്ചറും മൊത്തം
കിടക്കുന്ന നോക്ക്, നല്ല രസടാ, തൊട്ടോണ്ടിരിക്കാൻ നല്ല രസം. നല്ല ഉണ്ടയായിട്ടിരിപ്പുണ്ട്, നല്ല രസമുണ്ടാ. ചേട്ടാ അച്ചൂട്ടന് ചെറിയ തലവേദന. ഇപ്പോ നമ്മളിവിടെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കയറ്റിയേക്കാണ്. ചെറുക്കന് കുഴപ്പമൊന്നുമില്ല, ചെറിയ തലവേദന. അപ്പൊ നമ്മൾ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇത്രയും കയറി വന്നല്ലേ, ഒരു ORSന്റെ ഇതുപോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്, അതും കൂടി ചവിട്ടിരിപ്പുണ്ട്. ചെറുക്കൻ റെസ്റ്റ് എടുക്കട്ടെ, തലേനെ മാറിയിട്ട് നമുക്ക് പോവാം. ഇപ്പൊ എത്തി. കിतना दूर है बेस कैंप का? यहाँ से 200-300 मीटर से ऊपर 20 किलोमीटर. 300 മീറ്റർ. വീഡിയോ എടുത്തു. നമ്മളിത് ഈ പുള്ളിയാണ് നമുക്ക് ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഒരു 300 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ബേസ് ക്യാമ്പ് എത്തും. അവിടെ നമുക്ക് പുള്ളിയുടെ ക്യാമ്പ് സൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. ഇത് ഇതുണ്ട്, ഇവിടെ മൊത്തം ആൾക്കാര് ടെന്റ് കെട്ടി താമസമാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ ചുറ്റും ബേസ് ക്യാമ്പ് എത്തി. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആളുകൾ ഇതുപോലെ ടെന്റ് കെട്ടി അതിലിങ്ങനെ കിടക്കാണ്. ഇപ്പം സീസൺ പോലും അല്ല, എന്നിട്ടാണ് ഇത്രയും ആൾക്കാർ. ഇന്ന് പുള്ളി പറഞ്ഞത് ഇന്ന് തന്നെ 10-15,000 ആൾക്കാർ കയറിപ്പോയെന്നാ. ഇന്ന് തിരക്ക് വരാൻ കാരണം മറ്റേ ഇന്നലെ കയറ്റി വിടാത്ത കാരണമാണ് ഇന്ന് ഇത്രയും തിരക്ക് വന്നത്. അല്ലെങ്കിൽ അതിന്റെ ഹാഫ് തിരക്ക് കാണത്തുള്ളായിരുന്നു. ഇതാണോ ടെന്റ്? 3 रजाई है और चीज और दे दूंगा. ഓക്കെ ഗൈസ്, നമ്മുടെ ടെന്റ് ഇതാണ്. 800 പറഞ്ഞാണ് 700 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 പേർ കൂടെ 700. നമ്മുടെ 5 സ്റ്റാർ ടെന്റിന്റെ ഫെസിലിറ്റീസ് കാണിച്ചാൽ നമുക്ക് പുതപ്പ്, തലവെക്കാൻ തലയണ, പുതപ്പ് 2 കുറവുണ്ട്, അത് കൊണ്ട് തരും. പിന്നെ ദേ നല്ല സോഫ്റ്റ് ബെഡ്ഷീറ്റ്, ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ട്. അതിനകത്ത് ഒറ്റ പോർട്ടേ ഉള്ളൂ. പവർ ബാങ്ക് ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ളൂ ചേഞ്ചിനകത്ത് സൗകര്യങ്ങൾ. നമുക്ക് 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ടെന്റ് സെറ്റാക്കി തന്ന മറ്റേ സഞ്ജു. അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്ക് അറിയാവുന്ന ഒരു കടയിൽ നിന്ന് താലി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ തന്നെ വിളിച്ച് പറഞ്ഞിപ്പോ മറ്റേ ഹോട്ടലിലെ ആള് സാധനം കൊണ്ടുതന്നിട്ടുണ്ട്. ഇവിടെ കവറിനകത്തിരിപ്പുണ്ട്, കണ്ടോ. അപ്പോ താലിക്കകത്തുള്ളത് 4 ചപ്പാത്തി, ചോറ്, പിന്നെ സബ്ജി, കറി, സലാഡ്, അത് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞ് നമ്മള് ഇന്ന് ഫുൾ ഡേ യാത്ര വരുന്നുണ്ട്. 9-9:30 എന്തോ ഇറങ്ങിയാണ് അവിടെ നിന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോ 10:30 മണിയായി. 13-13.5 മണിക്കൂറായിട്ടുള്ള നടത്തമാണ് നമ്മുടെ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. നാളെ രാവിലെ പോയി അമ്പലത്തിൽ കയറാനുള്ളതാണ്. ബാക്കി വ്ലോഗുകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വ്ലോഗുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.